എൻ്റെ പേര് മഞ്ജു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2021 സെപ്റ്റംബർ മാസത്തിലാണ്. അന്ന് ഞാൻ ഓൺലൈനിൽ ഉടമ്പടിയായിരുന്നു എടുത്തത്. അന്ന് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മകൻ അന്ന് 10ാം ക്ലാസ്സിലായിരുന്നു. 2 വർഷത്തെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം അവൻ പഠിത്തം നന്നായി ഉഴപ്പിയിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങൾ തമ്മിൽ അതിൻ്റെ പേരിൽ എന്നും വഴക്കായിരുന്നു. അങ്ങനെ ഞാൻ അവനുമായിട്ട് വഴക്കുണ്ടാക്കി റൂമിൽ കയറിയിരുന്ന് മൊബൈൽ നോക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ ഓൺലൈൻ ഉടമ്പടിയെപ്പറ്റി കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി അവന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അതിൽ ആദ്യത്തെ നിയോഗം അവൻ്റെ പഠനകാര്യമായിരുന്നു. രണ്ടാമത്തെ ഉടമ്പടി വെക്കാൻ ഞാൻ നോക്കിയപ്പം എനിക്കൊരു കാര്യമില്ലെന്നല്ല, ആവശ്യമില്ലെന്നല്ല, എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഇത് വല്ലതും നടക്കുമോ. എനിക്കൊരു വിശ്വാസമില്ലായിട്ടാണ് ഞാനന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ ഇനി എന്ത് എഴുതണം എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് നോക്കിയപ്പം എല്ലാവരുടെയും കമൻറ്റുകൾ നോക്കിയപ്പോൾ എല്ലാവരുടെയും കമൻറ്റുകൾ ജോലി തരണമേ എന്നായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് രണ്ടാമത്തെ നിയോഗമായിട്ട് എഴുതി എനിക്ക് ജോലി തരണം. അങ്ങനെ ഞാൻ എഴുതാൻ ഒരു കാരണമുണ്ട്. എനിക്ക് ജോലി കിട്ടിയാലും എനിക്ക് 100% ഉറപ്പായിരുന്നു. ഞാൻ 2021 BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണ്. 2024 വരെ മാത്രം ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഫീൽഡെ വിട്ടു വേറെ 2 കോഴ്സുകളും ചെയ്തു. എന്നിട്ട് ഞാൻ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ജോലി കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ മാതാവിനൊരു പണിയിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനന്ന് ഓൺലൈൻ ഉടമ്പടിയിൽ എനിക്ക് ജോലി വേണമെന്ന് എഴുതിയത്. പിന്നെ മൂന്നാമത്തെ നിയോഗമായിട്ട് ഞാൻ എന്തെഴുതുമെന്ന് നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ കമൻറ്റ് കണ്ടു, മാതാവി എൻ്റെ മുഖത്തെ കുരുക്കൾ മാറ്റി മാതാവിൻ്റെ മുഖം പോലെ നിർമ്മലമാക്കണമെന്ന്. അപ്പം ഞാൻ എഴുതി ശരിയാണ്, എൻ്റെ മുഖത്തും ഒരു അഡൾട്ട് ആക്നെ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊരു ചെറിയ സ്കിൻ ഡിസീസാണ്. പക്ഷേ ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ഇത് കാര്യമായ ഒരു അസുഖമില്ലെങ്കിലും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി നിയോഗമായിട്ട് അതെഴുതി. പിന്നെ എഴുതിയത് എന്താന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഉടമ്പടി എൻ്റെ ഓൺലൈനിൽ ഉടമ്പടി അപ്രൂവ് ആയി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ ഞാൻ ഉടമ്പടി നിബന്ധനകളെല്ലാം പൂർണ്ണമായും പാലിക്കാൻ തുടങ്ങി. അലാറം വെച്ച് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി. ഏകദേശം 1 മാസത്തോളം ഞാൻ മുടങ്ങാതെ അന്ന് വരെ യൂട്യൂബിൽ ലോഡ് ചെയ്ത് ഒരുമാതിരി എല്ലാ സാക്ഷ്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടായി. ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ മാതാവിനോട് ചോദിക്കുന്നു. എൻ്റെ ഈശോ, എന്തോരം ആളുകൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നു, എത്രയോ ആളുകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു. അന്ന് മുതൽ ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് ഒരു ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. മാതാവെ, ജോലിക്കായി ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, അവർക്ക് നീ ജോലി കൊടുത്തോ. അതുപോലെ എൻ്റെ മുഖത്തെ കുരുക്കളും പാടുകളും അവിടെ ഇരുന്നോട്ടെ. വളരെയേറെ കഷ്ടപ്പെടുന്ന രോഗത്താൽ വലയുന്ന ഒരുപാട് മക്കളുണ്ട്, നീ അവർക്ക് സൗഖ്യം കൊടുത്തോളാം. ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നവംബർ മാസത്തിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ നിന്നും അത് തീർത്ഥാടന ഉടമ്പടിയാക്കി മാറ്റി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഒരിക്കലും എനിക്ക് ജോലി വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. പകരം ഞാൻ മാതാവിനോട് പറഞ്ഞു, 18 വർഷമായി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല, എനിക്ക് കഴിവുകളുണ്ടായിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നീ എൻ്റെ ജീവിതത്തെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത് 1 വർഷം ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ചെറിയൊരു പ്രസ്ഥാനം തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് ഞാൻ എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥനകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, അവൾ ബോംബെയിലാണ്, 10-20 വർഷമായി ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷനുമില്ല. അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ 2005 NCLEX എന്ന് പറഞ്ഞൊരു US-ന്റെ നഴ്സിംഗ് ലൈസൻസ് എക്സാം ഹോങ്കോങ്ങിൽ പോയി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? ആ സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ മെഡിക്കൽ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി കിട്ടും. അവൾക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് ഇല്ല. അന്നേരം ആ കൂട്ടത്തിൽ അവൾ അന്ന് ഞങ്ങളുടെ കൂടെ എക്സാം എഴുതാനുണ്ടായിരുന്ന വേറൊരു ചേച്ചിയുടെയും കാര്യം പറയുന്നു. ആ ചേച്ചിയും ബോംബെ വർക്ക് ചെയ്യുന്നതാണ്. ആ ചേച്ചിക്ക് US-ന് പോകാൻ താല്പര്യമുണ്ട്. ചേച്ചിയുടെ കയ്യിലും ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത്. അപ്പം ഇതിനു മുമ്പ് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ശ്രമിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ 3 മാസത്തെ ഉടമ്പടി കഴിച്ചു. ഉടമ്പടി പുതുക്കിയ സമയത്ത് ഈ 17 വർഷം മുമ്പുള്ള സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് US-ലുള്ള ലൈസൻസിങ് എക്സാം ആണ്. ഞങ്ങൾ ഈ എക്സാം എഴുതിയത് ഹോങ്കോങ്ങിൽ പോയിട്ടാണ്.
ഞങ്ങൾക്ക് വേണ്ടി എക്സാം രജിസ്റ്റർ ചെയ്തത് കേരളത്തിലുള്ളൊരു കൺസൾട്ടൻ്റാണ്. ആ കൺസൾട്ടൻ്റ് ഇപ്പോൾ 18 വർഷമായതാണ്. ഇന്ത്യയിൽ അവർക്ക് ഓപ്പറേഷൻ ഇല്ല. ഈ 3 ഡോട്ട്സ് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ ഒരു രീതിയിലും സാധിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഒരു 15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി എന്നോട് ചോദിച്ചു, നിനക്ക് US പോകാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷെ 18 വർഷമായിട്ട് എനിക്ക് ഹോസ്പിറ്റൽ വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഞാൻ 2 വർഷം വർക്ക് ചെയ്ത് ടീച്ചിങ് ഫീൽഡിലാണ്. ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എന്നെ ഒരിക്കലും US ജോലിക്ക് എടുക്കില്ല. അത് കാരണം എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, നീ എപ്പോഴെങ്കിലും താല്പര്യം തോരുവാണെങ്കിൽ നീ ഇത് നോക്ക് എന്ന് പറഞ്ഞ് ചേച്ചി എനിക്കൊരു വാട്സപ്പിൽ ഒരു ലിങ്ക് അയച്ചു തന്നു. പക്ഷെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ മെമ്മറി ഫുള്ളായപ്പോൾ ഞാനിങ്ങനെ വാട്സപ്പ് മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ചെയ്യുമായിരുന്നു. ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിലാണ് ചേച്ചിയുടെ മെസ്സേജ്, അന്നത്തെ മെസ്സേജ് ഞാൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ മെയിൽ ID ഫോൺ നമ്പറോ ഒന്നും കൊടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ കൊടുത്തു വന്നിട്ട് ഓർക്കുന്നില്ല, 100% എനിക്ക് ഉറപ്പില്ല. പക്ഷെ അന്ന് രാത്രി എന്നെ US നിന്ന് ഒരു കൺസൾട്ടന്റ് വിളിച്ചു, നിനക്ക് US വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഒരു കറണ്ട് എക്സ്പീരിയൻസ് ഇല്ല, 18 വർഷത്തെ കരിയറിൽ ഗ്യാപ്പും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവരെന്നെ തിരിച്ചു വിളിച്ചു. നിന്റെ കരിയർ ഗ്യാപ്പും ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിന്റെ കറണ്ട് എക്സ്പീരിയൻസ് ഇല്ലാതും പ്രശ്നമില്ല, നമ്മളൊരു പുതിയ സ്കീമായിട്ട് പുതിയൊരു പ്രൊജക്റ്റായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട്, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ റിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ ആലോചിച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്തു. അപ്പോൾ അവർ എനിക്ക് എന്നോട് ശക്തി പറഞ്ഞാൽ ആ ചേച്ചി പറഞ്ഞതാണ്, നീ വേണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ മതി, നിനക്ക് ഈസി ആയിട്ട് അവിടെ അവർ നിനക്ക് അഡ്മിഷൻ തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ ഉടമ്പടിയിൽ നിൽക്കുന്നതാണ്, ഫേക്കായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ല, എനിക്കൊരു ജോലിയുടെ ആവശ്യമില്ല എന്ന് ഞാൻ ചേച്ചിനോട് തീർത്ത് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ തന്നെ അവരെനിക്ക് വേണ്ടി പ്രോസസ്സിങ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് IELTS എഴുതേണ്ടതുണ്ടായിരുന്നു, അത് ഞാൻ എഴുതി. അപ്പോൾ അവരെൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ ക്ലാസ്മേറ്റ് ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞ മെഡിക്കൽ കോഡിംഗ് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിട്ട് അവരെനിക്ക് വേണ്ടി പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അവൾക്കാണെങ്കിൽ 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ കറണ്ട് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണമായിരുന്നു അവളും അപ്ലൈ ചെയ്യാതിരുന്നത്. ഞാനിങ്ങനെ അവരെനിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ഞങ്ങളൊരു 1 or 2 വീക്സിലേക്ക് മാത്രമായിരുന്നു എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ഹയർ ചെയ്യുന്നത്, ഇപ്പം നമ്മളത് നിർത്തി, നീ ഒരു 1 or 2 years വർക്ക് ചെയ്തിട്ട് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുക, അന്നേരം ഞാൻ നിനക്ക് വേണ്ടി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് മാതാവ് എനിക്ക് വേണ്ടി മാത്രം കൊണ്ടുതന്ന ഒരു ജോലിയാണ്. ആ ചേച്ചിക്കാണെങ്കിൽ 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ചേച്ചിക്ക് വേണ്ടി അവർ പ്രോസസ്സിങ് തുടങ്ങിയതായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഒരു പേപ്പറുകൾ പോലും ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല. എന്നേക്കാൾ എത്രയോ മാസം മുമ്പ് തുടങ്ങിയ പ്രോസസ്സിംഗ് ആണ്. ചേച്ചിക്ക് ഇതുവരെ അത് നടന്നിട്ടില്ല. അവരിപ്പോൾ പറയുന്നു ചേച്ചീനെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരി മാസം ഗ്രീൻ കാർഡോടുകൂടി US വിസ ലഭിച്ചു. ഞാൻ അടുത്ത ആഴ്ച US പോവുകയാണ് വിത്ത് ഫാമിലി. അതാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്നെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരിക്കലും ഒരു ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കാതിരുന്ന എനിക്ക്, ഇത്രയും കരിയറിൽ ഗ്യാപ്പുള്ള എനിക്ക് മാതാവ് US പെർമനന്റ് റെസിഡൻസോടുകൂടി ഒരു ജോലി തന്നു. അതായിട്ട് ഞാനന്ന് ഉടമ്പടിയിൽ വെച്ചിട്ട് മാറ്റിക്കളഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ മുഖത്തെ അഡൽട്ട് ആക്നെ എന്ന പ്രോബ്ലം. പക്ഷെ ഞാനത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലെങ്കിലും ഞാൻ എല്ലാ ദിവസവും തൈലം തേച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പം കയ്യിൽ വാക്കി വരുന്ന തൈലം എൻ്റെ ജോ ലൈനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഇതുവരെ എനിക്ക് ആ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ ഓരോ പ്രോസസ്സിങ് അവർ പറഞ്ഞ് 12 മുതൽ 18 മാസം വരെ എടുക്കും എൻ്റെ ടോട്ടൽ പ്രോസസ്സിങ്. പക്ഷെ എനിക്ക് 6.5 മാസം കൊണ്ട് എൻ്റെ മുഴുവൻ പ്രോസസ്സിങ്ങും കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതി ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഓരോ പ്രശ്നങ്ങളുടെ ഇടയ്ക്കും മാതാവ് നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന ആ ഒരു ഫീൽ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഈ യുഎസിന് വേണ്ടി നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒത്തിരി വർക്കുകളുണ്ട്. ഓരോ പേപ്പർ വർക്കുകളും എൻ്റെ നടന്നിരിക്കുന്ന ബുധനാഴ്ചയാണ്. ഒരിക്കലും ഞാൻ ആദ്യ കാലങ്ങളിൽ അത് നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവരുടെ ഇൻ്റർവ്യൂ നടന്നു, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ
അവരുടെ വിസയുടെ പേപ്പർ വന്നു. ഞാൻ അങ്ങനെ നോട്ട് ചെയ്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് തന്നെ. എൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും നടന്നിട്ടുള്ള ബുധനാഴ്ച ദിവസങ്ങളിലായിരുന്നു. പിന്നെ നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോബായിരുന്നു. ഹസ്ബൻഡ് ഇവിടെ നല്ല രീതിയിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ജോലി റിസൈൻ ചെയ്തിട്ട് നമ്മൾ US പോകുന്ന അത്ര നല്ല കാര്യമാണോ എന്ന് നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആ ഒരു പ്രൊഫൈലിൽ അവിടെ പുള്ളിക്ക് ജോലി കിട്ടണമെങ്കിൽ അവിടെ വീണ്ടും പഠിക്കണം എന്നുള്ളതായിരുന്നു. അപ്പം ഞാനതും എൻ്റെ അവസാനം ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഒന്നെങ്കിൽ പഠിക്കാൻ അല്ലെങ്കിൽ US ഒരു ജോലി കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. റിസിഗ്നേഷൻ ഇട്ട് കഴിഞ്ഞ് 3 മാസത്തെ നോട്ടീസ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ MD പറഞ്ഞു, നീ എന്തിനാണ് റിസൈൻ ചെയ്യുന്നത്, നിനക്ക് US നിന്ന് സെയിം ജോലി കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. പുള്ളി ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. IT ഫീൽഡിൽ ഇരിക്കുന്ന ഒരാൾ റിമോട്ടായിട്ട് ജോലി ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാം. പുള്ളി ഹാർഡ് കോർ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്ക് ഒരുപാട് ക്ലയൻസിനെ മീറ്റ് ചെയ്യാണ്ട് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ഒരാളാണ്. എന്നിട്ടും കമ്പനി പറഞ്ഞു US നിന്ന് നിനക്ക് വേണ്ട അത്രയും കാലം അവിടെ ഇരുന്ന് ജോലി ചെയ്തോളാൻ പറഞ്ഞു. അതും എൻ്റെ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു. മൂന്നാമതായിട്ട് ഞാനൊരു 20-22 വർഷം മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് പോലെ ഞാൻ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് വണ്ടി ഓടിച്ച് ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ എനിക്ക് പേടിയാണ്. പിന്നെ ഞാൻ ആ ഡ്രൈവ് ചെയ്യാറില്ല. ഒരു 10 വർഷം കൂടുമ്പോൾ ഞാനത് റിന്യൂ ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടിയിൽ എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ഞാൻ കാശുരൂപം വെച്ച് എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ടും പിള്ളേർക്ക് US നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് മാത്രമുള്ള ആ ഒരു ഏരിയയിലെ സ്കൂളിലെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. വേറെ ഏരിയയിൽ പോയി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ സ്കൂൾ നോക്കുമ്പം എൻ്റെ വർക്ക് പ്ലേസ് ദൂരെയാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന താമസ സ്ഥലം വേറെയാണ്. അങ്ങനെ ഇരുന്ന് ഒരു മാസം നമ്മൾ ഈ സ്കൂളും നമ്മുടെ അക്കോമഡേഷനും എന്ത് ചെയ്യണമെന്ന് വിചാരിക്കാതിരുന്ന ഒരു ദിവസം രാവിലെ, അതൊരു ബുധനാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റ് മെയിൽ നോക്കുമ്പോൾ അവർ പറഞ്ഞു അവരെൻ്റെ വർക്ക് പ്ലേസ് ചേഞ്ച് ചെയ്തു. പുതിയ വർക്ക് പ്ലേസിൽ ജസ്റ്റ് 1 മൈൽ ഡിസ്റ്റൻസ് ഉള്ളൂ സ്കൂളുമായിട്ടും ഞങ്ങൾ എടുത്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റുമായിട്ടും. ഇതെല്ലാം മാതാവ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലാറ്റ് വിൽക്കാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ വണ്ടി വിൽക്കാനായിട്ട് ആരും മേടിക്കാത്ത ഒരു വണ്ടിയായിരുന്നു നമ്മുടെ. അപ്പം അത് സെയിലാകുന്നേ ഇല്ലായിരുന്നു. അപ്പം ആ ഒരു പ്രത്യേക വണ്ടി എന്നോട് താല്പര്യമുള്ളവർ മാത്രമേ ആ വണ്ടി വന്ന് എടുക്കത്തുള്ളായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ചയും അതും സെയിലായി. അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, എങ്കിൽ കൂടി ഈ ഒരു കാര്യം ഞാൻ മാതാവിനോട് ചോദിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു കാര്യം തുടക്കം മുതൽ ഈ നിമിഷം വരെ മാതാവ് കൈ പിടിച്ചെല്ലാം നടത്തി തന്നു. ഇപ്പോഴും എന്നോട് ചോദിക്കുന്നു, ഇത്ര വർഷം വർക്ക് ചെയ്യാതിരുന്നിട്ട് നിനക്ക് അവിടെ പോയി വർക്ക് ചെയ്യാൻ പേടിയില്ലെന്ന്. സത്യത്തിൽ എനിക്ക് പേടിയില്ല. എന്നാ വെച്ചാൽ ഇത്രയും കാലം എന്നെ പരിപാലിച്ച് എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാതാവ് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളിൽ നിന്ന് മാതാവിനും തിരുക്കുമാനും 1000 നന്ദി പറയുന്നു.